ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഒരേ പാതയിൽ തന്നെ സഞ്ചരിക്കുന്ന മൃഗമാണ് മാനുകൾ. അതുകൊണ്ട് തന്നെ ആ സഞ്ചാരപാത എപ്പോഴും തെളിഞ്ഞു കിടക്കും. അവർ കുടിക്കുന്ന വെള്ളം ഒരു സ്ഥലത്ത് നിന്നായിരിക്കും. അവ ദിവസം മുഴുവൻ സ്ഥിരതയും ക്രമവും പാലിക്കുന്നു. എന്നാൽ ഈ ക്രമങ്ങൾ തെറ്റുന്ന ഒരു സമയമുണ്ട്. അവയെ കൊല്ലുവാൻ വേട്ടക്കാരൻ കാട്ടിൽ പ്രവേശിക്കുന്ന സമയമാണത്. മാനുകളെ പിടിക്കുവാൻ വന്യമൃഗങ്ങൾ അടുക്കുമ്പോഴും അവയുടെ ജീവിതക്രമം താളം തെറ്റുന്നു. അടുത്ത നിമിഷം എന്തെന്നറിയാതെ അവ ഭയത്തിലാകുന്നു. അങ്ങനെ അതിർവരമ്പുകൾ മറന്ന് മാനുകൾ ദിശയില്ലാതെ ഓടുന്നു. ആ സമയം അവയുടെ ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നു. അവയുടെ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുന്നു. തൻ്റെ ജീവിതത്തിൽ സകലതും അസ്തമിച്ചു പോകുന്ന നിമിഷം, ശരീരം തളരുന്ന നിമിഷം, ആശ്വാസ തീരങ്ങളിൽ നിന്നും ഏകാന്തതയുടെ കാഠിന്യത്തിലാകുന്ന നിമിഷം, സുരക്ഷാ കവചങ്ങൾ മാറി ശത്രുവിൻ്റെ ആയുധത്തിന് മുൻപിൽ അടിയറവ് പറയുന്ന നിമിഷം, ആ സമയം മാനുകൾ വെള്ളത്തിനു വേണ്ടി കീഴുന്ന ഒരു കാഴ്ചയുണ്ട്. സമാധാനമായി വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന മാൻ ഒരിറ്റു വെള്ളത്തിനായി ആഗ്രഹിക്കുന്ന സമയം. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയൊരു സമയമുണ്ടായതായി ഓർക്കുന്നുണ്ടോ? അനുഗ്രഹത്തിൻ്റെ അതിർവരമ്പുകൾ വിട്ട് പുറത്താകുന്ന നിമിഷം, നമ്മെ തകർക്കുവാൻ ശത്രു നമ്മെ വളയുന്ന സാഹചര്യം, നാം അനുഭവിച്ച നന്മകൾ എന്നേക്കുമായി മാറിപ്പോകുന്ന നിമിഷങ്ങൾ, നാം അറിയാത്ത ചില രോഗങ്ങളുടെ, ഭാരങ്ങളുടെ, ഒറ്റപ്പെടലുകളുടെ അനുഭവത്തിൽ അടയ്ക്കപ്പെടുമ്പോൾ എന്തിനു വേണ്ടിയാണ് നാം ആഗ്രഹിക്കുന്നത്? സമാധാനത്തിനു വേണ്ടിയല്ലേ? ശത്രുഭീതിയാൽ കിതയ്ക്കുന്ന മാനിന് നീർത്തോടുകൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അപരിചിതമായ സ്ഥലങ്ങളിൽ അകപ്പെട്ട ഒരു ദൈവ പൈതലിന് ദൈവസന്നിധിയും. ആത്മീയമായ വരണ്ട നിലത്ത് നമുക്കാവശ്യം അനുഗ്രഹത്തിൻ്റെ ദൈവിക അരുവികളാണ്. ലോകത്തിലെ ഒരു നീരുറവകൾക്കും നമ്മുടെ ദാഹം ശമിപ്പിക്കുവാൻ സാധ്യമല്ല. ഈ സമയം നമുക്കാവശ്യം ആ ദൈവസന്നിധിയാണ്. സങ്കീർത്തനം 42:1. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.